ഈ വിലക്കയറ്റം എന്ന സംഭവം ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ അതില്ല എന്ന് നിങ്ങൾ കുറെ പേര് ഒച്ചത്തിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റുന്ന യാഥാർത്ഥ്യമല്ല, കണക്കുകളാണ്, ജീവിതമാണ് മനുഷ്യന്റെ. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു മന്ത്രിമാരുടെ യോഗം പോലും നടന്നിട്ടില്ലല്ലോ. നടന്നോ? ഇത് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പണ്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെ വിലക്കയറ്റത്തിനെതിരായി സംസാരിക്കുന്ന ഭാഗമാണ്. എന്താണ് സംസാരിച്ചത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ കേട്ടു. ഇനി ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണ്, ഭരണത്തിലാണ്. പിണറായി വിജയൻ പ്രതിപക്ഷത്താണ്, പ്രതിപക്ഷ നേതാവാണ്. എന്നാൽ ഇപ്പോൾ ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നുകൂടി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമുക്കൊന്ന് നോക്കിയാൽ. ഇന്ധന പ്രതിസന്ധി, അത് മാത്രവുമല്ല പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു പരിധിവരെയെങ്കിലും മലയാളികളെ അത് പരോക്ഷമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന നിരവധിയായ ആളുകൾ കേരളത്തിലേക്ക് തിരികെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഒരു ഞെരുക്കം മലയാളികൾ നേരിടുമ്പോഴാണ് ഈ വിലക്കയറ്റം എന്നതുകൊണ്ടാണ് അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇത് പെടുത്തുകയും ചെയ്യുന്നത്. കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതല്ല എങ്കിൽ കൈപ്പൊള്ളും ഈ ഓണക്കാലത്ത് എന്നതിൽ തർക്കമില്ല. നമുക്ക് ഡാനി നൽകിയ വാർത്തയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വില സൂചികകളിലേക്ക് ഒന്നുകൂടി പോകുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് അരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അരിയുടെ വില, ഈ ജനപ്രിയ ബ്രാൻഡുകൾ അതായത് കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന അരിയുടെ വിലയാണ് ഇപ്പോൾ ഈ സൂചികയിൽ ഉള്ളത്. അതുമാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉഴുന്നിൻ്റെ വില 143 രൂപയാണ് ഒരു കിലോ ഉഴുന്നിന്. പൊന്നി, കുറുവ, മട്ട തുടങ്ങി ഏറെക്കുറെ ജനപ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള അരി ഇനങ്ങൾക്കൊക്കെ തന്നെ വില കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിത്രം. ശ്യാം സുന്ദർ കോഴിക്കോട്ടെ മൊത്ത വ്യാപാരിയാണ്, അരി മൊത്ത വ്യാപാരിയാണ്. എങ്ങനെയാണ് ഒരു കഴിഞ്ഞ എത്ര നാളുകൾ കൊണ്ട് ഉണ്ടായ വിലക്കയറ്റമാണ്, ഏതിനൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പറയാം? ഒരു മാസത്തോളമായിട്ട് പൊന്നിയിലാണ് ആദ്യം വിലക്കയറ്റം തുടങ്ങിയത്. പൊന്നി 3 റുപ്യ 4 റുപ്യ കയറി, ഇപ്പോൾ 6 റുപ്യ 7 റുപ്യ വരെ കയറി. റീറ്റെയിലാകുമ്പോഴേക്കും ഒരു 10 റുപ്യേൻ്റെ അടുത്ത് വർധനവ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് വർധനവ് പച്ചരി, കോലം റൈസ്, അതിനാണ് വലിയ 8-9 റുപ്യ കയറിയിട്ടുണ്ട്. പിന്നെ മട്ടയ്ക്കകത്ത് 1-2 രൂപ കയറിയിട്ടുണ്ട്. കുറുവയ്ക്കും ഇന്നലെ മുതൽ തമിഴ്നാട് കുറുവയ്ക്കൊക്കെ 35 ഉള്ളത് 40 റുപ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് മലബാർ ഭാഗത്ത് കുറുവയാണ് ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഐറ്റം. അപ്പോൾ വിവിധ ഇനങ്ങളുണ്ട് കുറുവ, എല്ലാത്തിനും കൂടിയിട്ടുണ്ടോ? തമിഴ്നാട് കുറുവയ്ക്കാണ് 5 റുപ്യേൻ്റെ അടുത്ത് കയറ്റുണ്ടായത്. കുറയാനുള്ള എന്തെങ്കിലും സാധ്യത നമ്മുടെ മുന്നിലുണ്ടോ? അതായത് ഓണമൊക്കെയാണല്ലോ വരാൻ പോകും. ഓണം വന്ന് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനിൽ ചന്തയൊക്കെ വന്നാൽ ചിലവ് കുറയും, പക്ഷേ വില കുറയില്ല. മാർക്കറ്റിൽ വില കൂടുതലാണ്. ഇപ്പോൾ എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. വില പ്രതിസന്ധി പറ്റിയതാണ്. കച്ചവടം ഇപ്പം ചെറിയ ഡിമ്മാണ്. ഇപ്പോൾ മുട്ടക്ക് ഏകദേശം വില കുറവുണ്ട്, കമ്മിയുണ്ട്. കോഴിമുട്ടക്ക് കമ്മിയുണ്ട്. ഇപ്പോൾ 50 പൈസ വെച്ച് കുറവുണ്ട്. ഇപ്പോൾ ഒരു മുട്ടക്ക് 50 പൈസ വെച്ച് കുറവുണ്ട്. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യണം? അതാണ് വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? വലിയ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് നമുക്ക് ഭരണാധികാരികളോടും പറയാനുള്ളത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അന്ന് ഭരണത്തിലിരുന്ന പിണറായി വിജയനെ ഉപദേശിച്ച അതേ കാര്യങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ കിട്ടിയ ഒരു അസുലഭ സന്ദർഭമാണ്. അപ്പോൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി നടക്കുകയാണ്. പല കാരണങ്ങളുണ്ട്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളുണ്ട്, ഈ നാട്ടിലെ മഴയില്ലായ്മയുണ്ട്. അങ്ങനെ 100 കാരണങ്ങളുണ്ടെങ്കിലും ജനം പൊറുതിമുട്ടി നിൽക്കുകയാണ്. പച്ചക്കറി വാങ്ങാൻ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. എല്ലാത്തിനും കാക്കിൽ വൻ്റെ വിലയാണ് പറയുന്നത്. എല്ലാം 50 രൂപയ്ക്ക് മുകളിലാണ് കേട്ടോ. ഇനി അത് വേണ്ട, ഒരു കോഴി ഇറച്ചി വാങ്ങാമെന്ന് ചെന്നാൽ 320 രൂപയിൽ മേലെയാണ് അത്ര ഇറച്ചിക്ക് വില. കോഴി ഇറച്ചിയുടെ വിലയെ പറയുന്നത്. അത് ഒരു 2-3 മാസം മുമ്പ് 200-240 രൂപ ഉണ്ടായിരുന്നതാണ്. ഒറ്റയടിക്ക് ഒരു 80 രൂപ കൂടി എന്നാണ് പറയുന്നത്. ഇനി അതൊന്നും വേണ്ട, മീൻ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 500 രൂപയിൽ കുറഞ്ഞ് ഒരു മീനും കിട്ടാനില്ല. ആകെ കിട്ടാനുണ്ടെങ്കിൽ അത് ഇത്തിരി മത്തിയാണ്. അതാകട്ടെ ചീഞ്ഞളിഞ്ഞതായിരിക്കും ചെയ്യും. നല്ല മീൻ വേണമെങ്കിൽ 600, 700, 800, 900, 1000 ഒക്കെയാണ് ഒരു കിലോ മീനിന് വില. അപ്പോൾ മലയാളി ഇനി എന്ത് ഭക്ഷിക്കും? അരിയുടെ വില കൂടിയ കാര്യമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു കേട്ടത്. ഇനി എന്തായാലും ഓണം വരാൻ പോകുന്നു, ആഘോഷങ്ങളുടെ കാലമാണ്. ഈ മഴക്കാലം കഴിഞ്ഞ് വറുതിക്കാലവും കഴിഞ്ഞ് വരുമ്പോൾ മലയാളി എന്ത് ചെയ്യണം? മുണ്ട് മുറുക്കി ഉടുക്കാൻ ഇന്നത്തെ ഭരണാധികാരികൾ അധികാരത്തിലേറുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞത് നമ്മളിവിടെ ഓർക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരുമോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകരും ദിവസവും അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നവരായിരിക്കുമല്ലോ. അവരുടെ അനുഭവം എന്താണെന്ന് നിങ്ങളും പങ്കുവെക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. തേങ്ങയും
വില വർദ്ധിച്ചുകൊണ്ടിരിക്കണേന്ന്. ഇന്ന് ഹോൾസെയിൽ ചാക്ക് 58 രൂപ അല്ല അപ്പൊ ഇത്തവണത്തെ ഓണം പ്രയാസമായിരിക്കും. കൂടും. അടുത്ത ആഴ്ച വീണ്ടും 5 രൂപ കൂടി വരും. ഓണം ഓണാകുമ്പോഴത്തേക്ക് ഇനിയും വില കൂടാൻ സാധ്യത. ഇതുണ്ട്, ഇനിയും ചാൻസ് ഉണ്ട്. ആഴ്ചയിൽ കൂടണ നാട്ടാണ്. തേങ്ങ ഇപ്പോൾ കുറവാണ്, ഡിമാൻഡും ആണ് അവിടെ. തമിഴ്നാട് കഴിഞ്ഞാണ്. അപ്പൊ സാധാരണക്കാർക്ക് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി പറ്റും തോന്നുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും.